കൂലിയിലെ ആമിർ ഖാന്റെ റോള് കണ്ടപ്പോൾ പുച്ഛിച്ച് ചിരിച്ച നമ്മള് വിക്രം സിനിമയിൽ സൂര്യ റോളക്സ് ആയി വന്നപ്പോൾ കൈയടിച്ച എങ്ങനെയാണ്? ഒരു നല്ല സിനിമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ പലർക്കും ആദ്യം തോന്നുന്നത് സ്ക്രീൻ പ്ലേ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാം എന്നതാണ്. പുതിയ റൈറ്റേഴ്സ്, ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് എല്ലാം ഒരു മാജിക് എലമെന്റ് തേടി നടക്കും. കിട്ടുന്ന സൊല്യൂഷൻ എന്താണെന്ന് അറിയാമോ? കഥയിലേക്ക് പുതിയ ട്വിസ്റ്റ്, എക്സൈറ്റിംഗ് സീൻസ്, ഷോക്കിംഗ് മൊമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യും. പക്ഷേ ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങുന്നത്. പുതിയ സീൻ ചേർക്കുന്നതിനിടയിൽ റൈറ്റേഴ്സ് ആദ്യമായി പരിചയപ്പെടുത്തിയ കഥാപാത്രങ്ങളെ മറക്കുന്നു. ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് കഥയല്ല, കഥാപാത്രങ്ങളെയാണ്. കഥാപാത്രത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് കഥ. ഒരു കഥാപാത്രത്തെ പ്രേക്ഷകർ മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് അയാൾ തന്റെ സ്വഭാവത്തിന് ഒട്ടും പൊരുത്തപ്പെടാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ആ കഥാപാത്രവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടമാകും. സോ വീസെ എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ ക്യാരക്ടറായിട്ട് എനിക്ക് കണക്ഷൻ കിട്ടിയില്ല. സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ കഥ ഫിക്സ് ചെയ്യാൻ കഥാപാത്രങ്ങളെ മറക്കരുത്. അഴകിയ രാവണനിലെ ഈ ഒരു സീൻ ഓർമ്മയില്ലേ? കഥ കേട്ട് കഴിഞ്ഞ് ശങ്കർദാസ് ചോദിക്കും, ഒന്ന് രണ്ട് ബലാത്സംഗങ്ങളെങ്കിലും വേണ്ടേ? ശ്രീനിവാസൻ ഇതിന് കൊടുക്കുന്ന ഉത്തരം ഒന്ന് കേൾക്കാം. ബലാത്സംഗം വേണം വെക്കാം സാർ. എവിടേക്കും തയ്യൽക്കാരൻ സുമതിയെ വേണമെങ്കിൽ ബലാത്സംഗം ചെയ്യട്ടെ. കഥാപാത്രങ്ങൾക്ക് ചേരാത്ത സീൻ എങ്ങനെ സിനിമയിൽ കയറുന്നു എന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നു. കൂലിയിലെ ആമിർ ഖാന്റെ റോള് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് ഒരു കഥ വർക്കാകാൻ സ്ക്രീൻ റൈറ്റർ കഥാപാത്രങ്ങൾക്കൊപ്പം യാത്ര ചെയ്യണം. അവരെ പിടിച്ച് മുൻകൂട്ടി തീരുമാനിച്ച സിറ്റുവേഷൻസിലേക്ക് വലിച്ചിഴക്കരുത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ ഉണ്ടോ സിനിമയിൽ? എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്തേക്ക്. വീണ്ടും കാണാം.